ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നെർബിൻ ബ്ലോഗ്സ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ജർമ്മൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്ന കുറച്ച് ഐഡിയാസും കുറച്ച് ടിപ്സും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, എനിക്ക് A1 to B2 വരെ പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 9 to 10 months എടുത്തിട്ടുണ്ട് ടോട്ടല്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പിന്നെ ഇതുപോലെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള എനിക്കറിയാവുന്ന കുറച്ച് പേര്, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് കമന്റ് ചെയ്തായിരുന്നു 4 to 5 months ഇങ്ങനെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിപ്പിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് 4 to 5 months കൊണ്ട് B2 വരെ കംപ്ലീറ്റ് ആവാൻ പറ്റുമോ, അങ്ങനെ പോസിബിൾ ആണോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനൊരു റിപ്ലൈ പോലെ പറയാണ്. അപ്പോൾ 4 to 5 months കൊണ്ട് ലാംഗ്വേജ് പഠിക്കുന്നവരുണ്ടാവും, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എന്നെ പോലെ ഒരു ആവറേജ് സ്റ്റുഡന്റിന് അത് ആ ടൈം കൊണ്ട് പഠിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. കാരണം ഞാൻ 10 months കൊണ്ട് പഠിച്ച ഒരു കാര്യം എന്നെ പോലെ ഒരു ആവറേജ് സ്റ്റുഡന്റിന് ഒരു 4 months അല്ലെങ്കിൽ 5 months കൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് അത്രയും ടോപ്പിക്സുകളുണ്ട്, നമുക്ക് അത്രയും ചുരുങ്ങിയ ഒരു ടൈമേ ഉള്ളൂ. അപ്പൊ ആ ടൈം കൊണ്ട് നമുക്ക് അത്രയും ടോപ്പിക്സും എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രഷർ ആയിരിക്കും. നമ്മുടെ ലെവല് നമുക്കറിയാലോ. അപ്പൊ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 months കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതേസമയം ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ 4 to 5 months പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് നല്ല റിസ്ക് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവർക്ക് എത്രമാത്രം ആ കോഴ്സ് കൊണ്ട് എത്രമാത്രം യൂസ് കിട്ടും എന്നുള്ളതും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് പേരെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറച്ച് മെസ്സേജുകൾ വന്നായിരുന്നു. അപ്പൊ എനിക്കൊരിക്കലും ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതാണ് അല്ലെങ്കിൽ അവിടെ പോയി പഠിക്കണം എന്നൊന്നും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പഠിച്ച സമയത്ത് എന്നെ പഠിപ്പിച്ച ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നല്ലതെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ജർമ്മൻ പഠിക്കുന്നവരോട് തിരക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ എവിടെ പഠിച്ചാലാണ് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് ഇപ്പൊ റീസെന്റ് പഠിച്ചവരോട് തിരക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടിപ്സും ഐഡിയാസും ഒക്കെ നിങ്ങളുമായിട്ട് ഇനി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എങ്ങനെയാണ് ജർമ്മൻ പഠിച്ചിരുന്നത്, ഞാൻ പഠിച്ച സമയത്ത് എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ഉള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ A1 A2 ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവരുടെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുമായിരുന്നു. പഠിക്കുന്നു അങ്ങനെ വലിയ സീരിയസ്നെസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ B1 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സീരിയസ്നെസ് ആയി. കാരണം ഇനി B2 കൂടെ ഉള്ളൂ, ആ ഒരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സീരിയസ് ആയിട്ട് ജർമ്മനെ കാണാൻ തുടങ്ങി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ജർമ്മനിലേക്ക് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ A1 മുതലേ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങണം. എന്നെ പോലെ B1 എത്താൻ നിൽക്കരുത്. A1 മുതലേ സീരിയസ് ആയിട്ട് തന്നെ ജർമ്മനെ കാണണം. അതുപോലെ തന്നെ വൊക്കാബുലറി വളരെ ഇമ്പോർട്ടന്റ് ആണ് ജർമ്മനിയിൽ. നമ്മൾ ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു സെന്റൻസ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്കറിയണം. ആ വാക്കിന് എന്താണ് ജർമ്മനി പറയുന്നതെന്ന് നമുക്ക് അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജർമ്മൻ ലാംഗ്വേജിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒന്നാണ് വൊക്കാബുലറി. അപ്പൊ നമ്മുടെ ഡെയിലി വൊക്കാബുലറി നമുക്ക് പറ്റുന്ന പോലെ കുറച്ച് പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി കാണുന്ന നമ്മൾ വീട്ടിലോട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ കാണുന്ന കുറെ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ജർമ്മനിയിൽ തിങ്ക് ചെയ്യാൻ തുടങ്ങുക. ഇതിനെന്താണ് പറയുന്നത്? ഇപ്പൊ നമ്മുടെ പപ്പേനെ കാണുന്നു, അപ്പം പപ്പയ്ക്ക് എന്താണ് ജർമ്മനി പറയുന്നത്? ഫാദർ. അല്ലെങ്കിൽ അമ്മേനെ കാണുമ്പോൾ മുട്ടർ, ബ്രദറിനെ കാണുമ്പോൾ ബ്രൂഡർ, അതുപോലെ സിസ്റ്ററിനെ കാണുമ്പോൾ ഷ്വസ്റ്റർ, അതുപോലെ ഒരു റൂം കാണുമ്പോൾ സിമ്മർ. അങ്ങനെ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജർമ്മനിയിൽ ചിന്തിക്കാൻ തുടങ്ങുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറെ കാണാതെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മറന്നു പോകും. അതേസമയം ഇങ്ങനെയൊക്കെ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ ഓർമ്മയിൽ നിൽക്കും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ നിന്ന് വേണം നമ്മൾ കുറെ വാക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കാണാതെ പഠിക്കുന്നതിനേക്കാളും യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അത് നമ്മൾ പറയാൻ നോക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ മെമ്മറിയിൽ നന്നായിട്ട് ഓർത്തിരിക്കും. ഇപ്പൊ വീടിന് എന്താണ് പറയുന്നത്, നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ ഹൗസേ. അതുപോലെ തന്നെ നമ്മൾ വീട്ടില് റൂമിൽ കയറുന്നു, അപ്പൊ സിമ്മർ. അപ്പൊ നമ്മള് ലിവിംഗ് റൂമിലാണ് നിൽക്കുന്നത്, അപ്പൊ വോൺ സിമ്മർ. ഇപ്പൊ നമ്മള് ബെഡ്റൂമിലേക്ക് കയറി ഷ്ലാഫ് സിമ്മർ. അങ്ങനെ നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, അപ്പൊ അവള് ഇപ്പൊ എന്തേലും
എന്തെങ്കിലും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെന്താണ് പറയുന്നത്? അവൾ ഗെയിം കളിക്കുന്നു ഷ്പീലൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ലൈറ്റ് ഓൺ ആക്കുക. അപ്പൊ ലൈറ്റ് ഓൺ ആക്കുന്നതിന് എന്താണ് പറയുന്നത്? അൻമാഹൻ. അതുപോലെ തന്നെ ലൈറ്റ് ഓഫ് ആക്കുന്നു ഔസ്മാഹൻ. അതുപോലെ ഇപ്പൊ നമ്മൾ ഡോറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഡോറിന് എന്താണ് പറയുന്നത്? ച്യൂർ. അതുപോലെ തന്നെ ഡോർ ഓപ്പൺ ആക്കുക, ഡോർ ക്ലോസ് ചെയ്യുക, അതിന് പറയുന്നത് ഔഫ്മാഹൻ, അതുപോലെ സൂമാഹൻ എന്നാണ്. അപ്പം അതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് ഇതുപോലെ വൊക്കാബുലറി ഉണ്ടെങ്കിൽ നമുക്ക് സെന്റൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. നമുക്ക് കുറച്ച് വെർബുകളും കൂടെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സെന്റൻസ് ഫോം ചെയ്യാം. അതേസമയം നമുക്ക് അതിന്റെ വാക്ക്, ആ ഒരു വേർഡിന് ഇതിന് എന്താ പറയുന്നത് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്ക് ആയി പോകും. ഇപ്പൊ നമ്മൾ കുറച്ച് വൊക്കാബുലറി പഠിക്കുന്നതിനെ പറ്റി നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സെന്റൻസ് ഫോം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. കുറച്ച് ഗ്രാമാറ്റിക് ആയിട്ടുള്ള ഫോംസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ ഈ ഗ്രാമറും നമ്മുടെ കയ്യിലുള്ള വേർഡ്സും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ സെന്റൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നോക്കണം. വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡെയിലി കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പഠിച്ച ഗ്രാമാറ്റിക്സ് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ സ്വയം സെന്റൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഒരു ജർമ്മൻ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു 100% ലാംഗ്വേജ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ നിന്നുള്ള എഫേർട്ടും കൂടി ഇട്ടാൽ മാത്രമേ നമുക്കൊരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബുക്കിലെടുത്ത് നമ്മളൊരു ഡയറി പോലെ ഇനി ഇത് നടന്നു, അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ അവിടെ പോയി, അങ്ങനെയുള്ള കുറച്ച് ചെറിയ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന പോലെ, നമുക്ക് A1 ആണെന്നുണ്ടെങ്കിൽ A1ന്റെ ലാംഗ്വേജിൽ നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് അതുപോലെ തന്നെ പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് അത് പോയി ഒന്ന് കറക്റ്റ് ചെയ്യുക. നമ്മൾ എഴുതിയ സെന്റൻസ്, ഗ്രാമർ, കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നമ്മൾ A1 ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കുറെ മിസ്റ്റേക്കുകൾ വരാം. അപ്പൊ നമ്മൾ അതൊക്കെ കറക്റ്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഈ റൈറ്റിങ്ങിലൊക്കെ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, അതുപോലെ ഗ്രാമാറ്റിക് മിസ്റ്റേക്കുകളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പം A1 ആയിരിക്കത്തില്ല, നമ്മൾ A2 പോകുമ്പോഴത്തേക്കും A1 ഒറ്റ സെന്റൻസിൽ മാത്രം നമ്മൾ സെന്റൻസ് സ്ട്രക്ചർ ചെയ്യാൻ പഠിച്ചു. A2 ആകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ കണക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളൊരു സെന്റൻസ് ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ A2 എത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സെന്റൻസ് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പോവുക. അതുപോലെ തന്നെ കണക്ടേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് എഴുതാൻ പോവുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് B1 B2 ഒക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഒരു സെന്റൻസ്, ഒരു പാരഗ്രാഫ് എഴുതാനൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഡെയിലി നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ വരുന്ന B1 B2 ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മാറും. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഹ്യോറൻ ലിസണിങ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈസി ജർമ്മന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ യൂട്യൂബിലുണ്ടാവും. അപ്പൊ അതൊക്കെ ഞാൻ ഇരുന്ന് കേൾക്കുമായിരുന്നു. അതുപോലെ തന്നെ ജർമ്മൻ ന്യൂസുകൾ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ചില സമയത്തൊക്കെ ഫിലിംസ് ഒക്കെ ഇങ്ങനെ കാണുമായിരുന്നു. പക്ഷെ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അതിന്റെ മൈൻഡൊക്കെ പോകുന്ന കാരണം ഞാൻ ഫിലിംസ് അധികം കാണാറില്ലായിരുന്നു. ഇടയ്ക്കൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ ഓരോരുത്തർക്കും ഹ്യോറൻ കേൾക്കാൻ വേണ്ടി, ലിസണിങ് കേൾക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇൻട്രസ്റ്റ് ആയിരിക്കും. ചിലർക്ക് ന്യൂസ് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും, ചിലർക്ക് ഫിലിംസ് കാണാനായിരിക്കും ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്ക് ഏതാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അത് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അത് കാണുക. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് വേണം നമുക്ക്, അല്ലെങ്കിൽ നമുക്കത് ബോറിംഗ് ആയിരിക്കും. ഇപ്പൊ ആരെങ്കിലും പറഞ്ഞു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് ഇംപ്രൂവ് ആകും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഇൻട്രസ്റ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ബോറിംഗ് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ ആദ്യം ഒന്നും കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും A1 A2 കേൾക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് ഒന്നും മനസ്സിലാകത്തില്ലായിരിക്കും. ചിലപ്പോൾ 1-2 വാക്കുകൾ, നമ്മൾ പഠിച്ച വാക്കുകൾ മാത്രമേ കേൾക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ എന്നാലും നമ്മളിത് കണ്ടുകൊണ്ടേ ഇരിക്കുക. ഡെയിലി കണ്ട് നമുക്ക് കുറേ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ എനിക്ക് സ്പീക്കിങ്ങിന് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഗ്രൂപ്പ് സ്റ്റഡീസ് ആണ്. ഗ്രൂപ്പ് സ്റ്റഡി ഞങ്ങൾ ഒരു 4-5 പേര് ഒരുമിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ തേമാസും B1 B2 തേമാസ് എല്ലാം നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കും. അപ്പം ഇപ്പൊ എന്റെ പോയിന്റ് ആയിരിക്കത്തില്ല എന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കുണ്ടായിരിക്കുക. അപ്പൊ ഞാനൊരു പോയിന്റ് പറയുമ്പോൾ അടുത്തയാള് വേറൊരു പോയിന്റ് പറയും. അങ്ങനെ ഞങ്ങൾ കൂടെ നമ്മൾ പരസ്പരം ഓരോ പോയിന്റ്സുകൾ പറയും. അതുപോലെ തന്നെ ഒരാൾ ആ പോയിന്റ്സുകളെല്ലാം എഴുതി വെച്ചിട്ട് നമ്മൾ പിന്നെ അതൊരു
ഒരു തേമ പോലെ ആക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമ്മൾ അങ്ങനെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് അവർ ഈ പോയിന്റ് പറഞ്ഞായിരുന്നല്ലോ, ഇവര് പറഞ്ഞ പോയിന്റ് അതായിരുന്നല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് ഓർത്തെടുക്കും. പിന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് അവരുടെ ടീച്ചേഴ്സ് കൊടുത്ത നോട്ട്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ നോട്ട്സ് ഒക്കെ കിട്ടുമായിരുന്നു. എന്നിട്ട് നമ്മൾ 4-5 പേര് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ലാംഗ്വേജിലേക്ക് അത് മാറ്റും. നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അത് മാറ്റി എഴുതിയിട്ട് അങ്ങനെ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അത് നമുക്ക് എക്സാമിനൊക്കെ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരോട് സംസാരിക്കുമ്പോഴൊക്കെ ജർമ്മനിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ഡെയിലി അവരോട് സംസാരിക്കും. വെറുതെ വർത്താനം പറയുവാണെങ്കിൽ പോലും ജർമ്മനി തന്നെ സംസാരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തത് അത് നമുക്ക് ലാംഗ്വേജ് ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അത് എക്സാമിനാണെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഇതുപോലെ ജർമ്മനിയിൽ സംസാരിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും എല്ലാം. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങള് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാണ്. ഞാൻ ജർമ്മൻ പഠിച്ചിരുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങള്. അതായത് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് കാണുക, ജർമ്മൻ വീഡിയോസ്. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് എഴുതി വെക്കുക. പിന്നെ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വൊക്കാബുലറി. നമ്മുടെ ഡെയിലി നടക്കുന്നത് വെച്ചിട്ട് നമ്മൾ വൊക്കാബുലറി നോക്കുക, പഠിക്കുക. അതുപോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റഡീസ്, അത് B1 B2 ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് സ്റ്റഡീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ തന്നെ പഠിക്കുന്നതിനേക്കാളും കുറെ പോയിന്റ്സുകൾ നമുക്ക് കിട്ടുന്ന ഗ്രൂപ്പ് സ്റ്റഡിയിലൂടെയാണ്. അപ്പൊ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുക. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഈസി ആയിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് ജർമ്മൻ സംസാരിക്കുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് തെറ്റുകൾ വരും, നമുക്ക് കുറെ മിസ്റ്റേക്കുകൾ വരും. അപ്പൊ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. അപ്പൊ നമ്മളെ ആരെങ്കിലും ഇങ്ങനെയല്ല പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാം. പിന്നെ അവിടെ സ്റ്റോപ്പ് ആയി പോകരുത്. നമ്മളിത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ സംസാരിച്ച് നമ്മൾ പഠിക്കത്തുള്ളൂ. നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ലാംഗ്വേജ് പഠിക്കത്തില്ല. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ ഗ്രൂപ്പ് സ്റ്റഡീസ് ഒക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളവരുടെ കൂടെ ഗ്രൂപ്പ് സ്റ്റഡീസ് ഒക്കെ നടത്തുക. അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും, ഇപ്പൊ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവാൻ വേണ്ടി പറ്റും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ചൂസ്.